മൃഗത്തിൻ്റെ മുദ്ര 3:1. ദൈവത്തിലും യേശുവിലുമുള്ള വിശ്വാസം അവസാനമായി ശോധന ചെയ്യപ്പെടും. മൃഗത്തിൻ്റെ മുദ്രയാൽ മനുഷ്യരെ നിയന്ത്രിക്കുന്ന കാലം വരും. വലതു കൈയിലോ നെറ്റിമേലോ പൈശാചിക മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിച്ച് വണങ്ങുന്നവർ പൈശാചിക മൃഗത്തിന് അടിമയാവും. മുദ്ര ശരീരത്തിൽ സ്വീകരിക്കാതെ മനുഷ്യർക്ക് സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെയാക്കും. വെളിപ്പാട് പുസ്തകം 13:1-5 വരെ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു. മൃഗത്തിന് ആധിപത്യം കൊടുത്തുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ച് മൃഗത്തോട് തുല്യൻ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു.